നമ്മൾ പുതിയൊരു വണ്ടി ലോഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു വണ്ടി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വണ്ടി മേടിക്കുമ്പോഴൊക്കെ നമ്മൾ കേട്ടുകേൾവിയിലൊരു വാക്കാണ് CC എന്ന് പറയുന്നത്. അപ്പോൾ വണ്ടികളുടെ എൻജിനിൽ CC എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു വണ്ടിയിൽ വാഹനത്തിൽ പവർ ഉൽപ്പാദിപ്പിക്കുന്നത് പിസ്റ്റന്റെ മൂവ്മെന്റ് കാരണം. ഇപ്പോൾ ഒരു സിലിണ്ടർ ഉണ്ട്, ആ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ മൂവ് ചെയ്തിട്ടാണ് പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. പിസ്റ്റന്റെ പല പാർട്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് പിസ്റ്റൺ ചിത്രത്തിൽ ഉള്ളത്. ഇത് സിലിണ്ടർ ആണ്. അതിനകത്ത് പിസ്റ്റൺ ഹെഡ് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പാർട്സ് ഒക്കെ കാണാം. നമ്മൾ അതിലേക്ക് അധികം വിശദമായിട്ട് പോകുന്നില്ല, അതിന്റെ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു പിസ്റ്റൺ സിലിണ്ടറിനകത്തുള്ള രണ്ട് പൊസിഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയും. ഈ ചോപ്പ് വരയ്ക്കുന്നതിന് തുല്യമായിട്ടുള്ള, അതായത് പിസ്റ്റൺ ഏത് അറ്റം വരെ മാക്സിമം, സിലിണ്ടറിന്റെ ഏറ്റവും മുകളിലെ അറ്റം ഏത് വരെ പോകാൻ പറ്റും എന്നുള്ളതാണ് ടോപ്പ് ഡെഡ് സെന്റർ അല്ലെങ്കിൽ TDC എന്ന് പറയുന്ന പോലെ. അതേപോലെ പിസ്റ്റന് താഴ്ന്നിട്ട് ഏതറ്റം വരെ മാക്സിമം വരാൻ പറ്റും, അതാണ് ബോട്ടം ഡെഡ് സെന്റർ. ഈ ബോട്ടം ഡെഡ് സെന്ററും ടോപ്പ് ഡെഡ് സെന്ററും BDCയും TDCയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ട്രോക്ക് എന്ന് പറയുക. ഈ പച്ച ആരോ കാണിച്ചിരിക്കുന്നത് രണ്ട് ചോപ്പ് വര ഇടയിലേക്കുള്ള അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ദൂരം. അതുപോലെ ഈ സിലിണ്ടറിന്റെ ഡയാമീറ്റർ അല്ലെങ്കിൽ നമ്മൾ ബോർ എന്ന് പറയാൻ പറ്റും. ഇനി ഈ TDCയും BDCയുടെ ഇടയിലുള്ളതാണ് വോളിയം. വോളിയം occupied between TDC and BDC is known as CC or capacity of engine. TDCയുടെയും BDCയുടെയും ഇടയ്ക്കുള്ള ആ വോളിയം, അതിനിടയ്ക്ക് എത്ര ഗ്യാസ് അല്ലെങ്കിൽ എത്ര വോളിയം ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? CC അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് എഞ്ചിൻ എന്ന് പറയുക. ഈ ചിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. വോളിയത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് πr²h ആണ്. അതിന്റെ റേഡിയസ് ആണ് r, h എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. സാധാ ഒരു ഗ്ലാസ് പോലെ ചിന്തിച്ചാൽ മതി. ഇനി ഫോർമുല എന്താണ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? A = πr² ആണ് ഏരിയ. ഓക്കെ, അപ്പൊ അതിന് തുല്യമായിട്ട് ഒരു 0.785 കിട്ടും നമുക്ക് പൈയുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതിന്റെ കൂടെ ഒരു ഹൈറ്റും കൂടെ, ഹൈറ്റ് ഉണ്ടല്ലോ, ഏരിയയുടെ ഒപ്പം ഒരു ഹൈറ്റും കൂടെ ഇട്ടാൽ നമുക്ക് വോളിയം കിട്ടും. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, 0.785 ഇൻറ്റു ബോർ ഇൻറ്റു ബോർ, അതാണ് നമ്മുടെ റേഡിയസ് സ്ക്വയർ, ഇൻറ്റു സ്ട്രോക്ക് ആണ് നമ്മുടെ വെർട്ടിക്കൽ ഹൈറ്റ്, ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടർ, എത്ര സിലിണ്ടർ ഉണ്ട്, അങ്ങനെ ചെയ്ത് നമുക്ക് വോളിയം കിട്ടും. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഒരു 1000cc കാർ എഞ്ചിൻ ഹാവിങ് 4 സിലിണ്ടർ. 1000cc 4 സിലിണ്ടറിലാണെങ്കിൽ അതിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഒരെണ്ണത്തിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 250 ആയിരിക്കും. അപ്പൊ ഇതേപോലെ നമുക്ക് നമ്മുടെ വീട്ടിലെ വാഹനങ്ങളുടെ CC ക്യൂബിക് കപ്പാസിറ്റി അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ എത്രയെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.